ഹലോ എവ്രി വൺ, മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഹോപ്പുണോപ്പുണോ വീഡിയോനും കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ക്വയറീസ് ഉണ്ടായിരുന്നു. ഇന്നെല്ലാം ഞാൻ ക്ലിയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് അധികം വൈകാണ്ട് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ പ്രശ്നം എന്താ? ഏറ്റവും കൂടുതൽ ഡൗട്ടുകളാണ് അല്ലേ? ഇതങ്ങനെ ചെയ്താൽ ശരിയാവും, ഇതിങ്ങനെ ചെയ്താൽ ശരിയാവും, ഇത് എത്ര വട്ടം ചെയ്യണം, ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ, നമ്മൾ കുറേ അധികം ഡൗട്ട്സ് ഉണ്ട്. സോ ഹോപ്പുണോപ്പുണോൻ്റെ മെയിൻ ഉദ്ദേശവും നമ്മുടെ ഉള്ളിലുള്ള ഈ സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ തന്നെയാണ് ഓരോ സംഭവം ചെയ്യുന്നതിന് മുന്നേ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് നമ്മൾ തന്നെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഇന്ന് ഒരു വീഡിയോയിൽ എല്ലാ ക്ലാരിറ്റിയും തരുമെന്ന് വിശ്വസിക്കുന്നു. സോ മൊത്തം കാണുക, സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇത് വളരെയധികം ഉപകാരപ്പെടും. ഡു ഐ നീഡ് ടു ചാൻറ്റ് 108 ടൈംസ്? ഞാൻ 108 തവണ ചൊല്ലണോ? ഞാൻ 108 തവണ ഈ ഹോപ്പുണോപ്പുണോ പ്രെയർ ചൊല്ലണോ? ശരിയാണ്, നമ്മളെല്ലാവരും മടിയുള്ള കൂട്ടത്തിലാണ്. എനിക്ക് 108 തവണ ചൊല്ലണോ? നമ്മളൊക്കെ എന്താ പറയുക, എളുപ്പത്തിൽ കാര്യം സാധിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും അധികം അല്ലേ? 30 രൂപയുടെ കേസ് കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ 30 രൂപയുടെ പുഷ്പാഞ്ജലി ചെയ്തിട്ട് പറയും എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ശരിയാക്കി തരണേ. അത്ര ഞാൻ പറയുന്നത് അത് പൊട്ട കാര്യമാണെന്നല്ല, പക്ഷെ നമുക്കെപ്പോഴും 108 എന്ന് കേൾക്കുമ്പോൾ അയ്യോ ഇത്രയധികം ആണല്ലോ, ഇത്രയധികം സമയം, ഇത്രയധികം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ ജീവിതവും നമ്മളുടെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ 108 തവണ എന്ന് പറയുന്നത് കൂടിപ്പോയി കഴിഞ്ഞൊരു 10 മിനിറ്റിന് മുകളിലേക്ക് വരില്ല, അല്ലോ 7, 5, 6 എത്ര മിനിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കൗണ്ട് വെക്കാണ്ടിരിക്കുക. അത് എത്ര തവണ ആയി എന്ന് വെക്കാണ്ടിരിക്കുക. കാരണം നമ്മൾ ഒരു വട്ടം ചൊല്ലി, 2 വട്ടം ചൊല്ലി, 3 വട്ടം ചൊല്ലി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ മാറിപ്പോവും. നമ്മളൊരു ഹോപ്പുണൊപ്പനൊരു പ്രെയർ ചൊല്ലുകയാണ്. പ്രെയർ ചൊല്ലുമ്പോൾ നമ്മൾ എന്തിനാണ് ചൊല്ലുന്നത്? നമുക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത്, നമ്മുടെ സിറ്റുവേഷൻസൊക്കെ ഹീലാവാൻ വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. ഒരു വട്ടം കഴിഞ്ഞു, 2 വട്ടം കഴിഞ്ഞു, നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ കൗണ്ടിങ്ങിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ലിസൺ ചെയ്യാം. നിങ്ങൾക്ക് ലിസൺ ചെയ്യാം, കേൾക്കാം, അല്ലെങ്കിൽ എപ്പം അടുത്തു എന്ന് തോന്നുന്നു അപ്പം നിർത്തുക. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എപ്പോഴൊക്കെ മൈൻഡ് ഒരു ഇതാകുന്നോ അപ്പോഴൊക്കെ മനസ്സിലിങ്ങനെ ചൊല്ലാം. അല്ലാണ്ട് 108 ടൈംസ് ചൊല്ലണം എന്ന് നിർബന്ധമില്ല. അത് നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റും. നിങ്ങൾക്കത് ഒരു ടൈം വെക്കാണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ എത്രയും ടൈമിന് മൂല്യം കൊടുക്കുന്ന ആൾക്കാരാണ്, കൗണ്ടിന് മൂല്യം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 108 ടൈംസ് ചാൻറ്റ് ചെയ്യുന്നുണ്ടാവും. ടൈം നോക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ടൈമറിൽ വെക്കുക. പിന്നെ കഴിഞ്ഞോ നോക്കാൻ പോവരുത്. എപ്പം മടുക്കുന്നോ അപ്പം നിർത്തുക. പിന്നെ എപ്പോൾ പറ്റുന്നോ അപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. പിന്നെ എഴുതണമെങ്കിൽ എഴുതാം. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എഴുതാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി എഴുതാം. അതിനും ഇതുപോലെ കൗണ്ട് വെക്കണമെന്നില്ല. എനിക്ക് എഴുതി എപ്പം മടുക്കുന്നോ അപ്പം നിർത്തുക. മനസ്സിലാക്കുക, ഇത് നമ്മൾ ആർക്കോ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് ഏറ്റവും വലിയ പോയിന്റ്. നമ്മളുടെ വിചാരം ഹോപ്പുണൊപ്പനം ചെയ്യുമ്പോൾ ആരോ തിരിച്ചു കൊണ്ടുവരാനാണ്, ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനാണ് എന്നൊക്കെയാണ്. പക്ഷെ ഇത് നമ്മുടെ ഉള്ളിലുള്ള സംഭവങ്ങൾ, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ളതും മാറാൻ തുടങ്ങുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ ഐ ഡു ഇറ്റ് ഫോർ? ഞാൻ ഇന്ന സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുമോ? കോണ്ടാക്റ്റ് അല്ല, നോ കോണ്ടാക്റ്റ് ആണ്. എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലെ ഏതൊരു ഏരിയ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പാണോ, മണിയാണോ, ഹെൽത്താണോ, ആരെങ്കിലും സംസാരിക്കാണ്ടാണോ, എന്താണോ, ഇത് പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ, നമ്മളോട് ആരെങ്കിലും പെരുമാറുന്നതാണെങ്കിലും എന്താണെങ്കിലും, എപ്പോഴോ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാർമിക് അക്കൗണ്ടാണ്. കാർമിക് അക്കൗണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ മേ ബി അവർ ചെയ്ത പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ജന്മത്തിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്കൊരു നെഗറ്റീവ് എനർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതിപ്പോൾ നിങ്ങളാണ്, ഇത് നെക്സ്റ്റ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. ഇയാൾ നിങ്ങളോട് എന്തോ തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ തിരിച്ച് അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫുൾ നെഗറ്റീവ് എനർജിയാണ്, നെഗറ്റീവ് തോട്ട്സ് ആണ്. ഇയാൾ എന്നോട് അങ്ങനെ ചെയ്തു, ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫുൾ നെഗറ്റീവ് എനർജിയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നെഗറ്റീവ് എനർജി അൺകോൺഷ്യസ്ലി നമ്മുടെ ഒരു വിഷമങ്ങളും സങ്കടങ്ങളും ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്തുല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഹീലാവുമോ? ഇല്ല, അയാൾ ഒരിക്കലും ഹീലാവാൻ പോകുന്നില്ല. പക്ഷേ ഇൻസ്റ്റഡ് ഫൊർഗിവ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ഇയാളോട് നമ്മളിങ്ങനെ ചെയ്തു, പക്ഷേ മനസ്സിലാക്കുക, ഇതെന്തോ ഞാൻ മുന്നേ ചെയ്ത ഒരു തെറ്റ് കാരണമാണ് എനിക്കിപ്പോൾ ഇത് വന്നത്. സോ ഈ ഒരു ജന്മത്തിൽ ഞാനത് ക്ലിയർ ചെയ്യുന്നു, ഈ ഒരു ലൈഫ് ടൈമിൽ ഞാനത് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിനക്ക് കൂടുതൽ
പോസിറ്റീവ് എനർജിയും കൂടുതൽ സ്നേഹവും സെൻഡ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് എനർജിയും കൂടുതൽ സ്നേഹവും കൊടുക്കുമ്പോഴാണ് ഇദ്ദേഹം മെല്ലെ ഹീലാവുന്നത്. അങ്ങനെയാണ് അവർ തിരിച്ചു വരുന്നത്. മേ ബി ഒരു സോറി പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് ക്ലിയർ ആയി, നിങ്ങളത് ക്ലിയർ ചെയ്തു. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിൽ അവരോടൊരു നെഗറ്റീവ് വൈബ്രേഷൻസ് കളഞ്ഞ ഒരു പോസിറ്റീവ് ലവാണ്. നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ. പക്ഷേ നമ്മളൊരു ആക്സെപ്റ്റൻസ് സ്റ്റേജിലെത്തി മനസ്സിലാക്കുകയാണ് ഇങ്ങനെയാണ്. സോ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹവും കൂടുതൽ സന്തോഷവും കൂടുതൽ ബ്ലെസ്സിങ്സ് തരുന്നു, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ഫൊഗീവ് ചെയ്യുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ആ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അത് ഹീലാവാൻ തുടങ്ങുന്നത്. അത് നമ്മുടെ ഉള്ളിൽ അത് തന്നെ ഹീലാവുന്നത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് വൈബ്രേഷൻസ് കൊടുക്കും തോറും തിരിച്ചു നമുക്ക് അങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടിട്ട് പോകുന്നത്. സോ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഫൊർഗിവ്നെസ് നമ്മളെക്കുറിച്ചല്ല. ഫൊർഗിവ്നെസ് ഒരിക്കലും, ഞാനിതൊരു മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഫൊർഗിവ്നെസ് ഇസ് നോട്ട് അബൌട്ട് യു. എപ്പോഴും ഫൊർഗിവ്നെസ് നമ്മളെ കുറിച്ച് അല്ല. ഫൊർഗിവ്നെസ് നമ്മളെ കുറിച്ചല്ല, എത്രത്തോളം നമുക്ക് അപ്പുറത്തൊരു ആളോട് എത്രത്തോളം പോസിറ്റീവായിട്ടും സ്നേഹത്തോടെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഫൊർഗിവ്നെസ്. നമ്മളെല്ലാവരും വ്യക്തിവൈരാഗ്യവും എല്ലാം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ലൈറ്റ് ആവാൻ പറ്റുന്നു, എങ്ങനെ ഒരു കുറച്ചും കൂടെ അവരോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറാൻ പറ്റുന്നു. അതാണ് മെയിൻലി ഹോപ്പനൊപ്പനോ ചെയ്യുന്നത്. സോ നിങ്ങളുടെ എന്തൊരു സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളെല്ലാവരും ചെയ്യുന്നത്, എനിക്ക് കൂടുതലും വരുന്നത് റിലേഷൻഷിപ്സ് അവരെ തിരിച്ചു കൊണ്ടുവരിക. കാരണം അവരെ തിരിച്ചു കൊണ്ടുവരാനത് എളുപ്പമാണ് അല്ലേ. ഒരാൾ നമ്മുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരുന്നത് ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമാണ്, ഈസി വേ. എപ്പോഴും നമ്മൾ പറയണ പോലെ ഏറ്റവും ഈസി വേ. പക്ഷെ അവർ തിരിച്ചു വന്നുകൊണ്ടും നിങ്ങൾക്ക് ഇതേ സെയിം പാറ്റേൺസ് തന്നെയാണ് നടക്കാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഇതേ തോട്ട്സ് കിടക്കുന്നുണ്ട്, ഇതേ നെഗറ്റിവിറ്റി കിടക്കുന്നുണ്ട്, ഈ പ്രോബ്ലംസ് ഒന്ന് റിസോൾവ് ആവേണ്ട കിടക്കുന്നുണ്ട്. സോ ഹോപ്പനൊപ്പനോ ചെയ്യുന്നത് ഈ പ്രോബ്ലംസും ഈ തോട്ട്സും ഡിസോൾവ് ചെയ്ത് കളയുന്ന വെക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് നോർമലി കുറച്ച് സ്നേഹത്തോടെ പെരുമാറാൻ തോന്നും, കുറച്ച് സ്നേഹം വന്നു തുടങ്ങും. ഹോപ്പനൊപ്പനോ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പൊറുക്കാൻ നോക്കും. എല്ലാം നിങ്ങളുടെ നെഗറ്റിവിറ്റി ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരോട് സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ സ്നേഹം കൂടുതലാവുമ്പോഴാണ് എന്തൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അച്ഛനമ്മ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവരായിട്ടുള്ള നിങ്ങളുടെ ഒരു ബന്ധം ഹീലാവുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ മക്കളിൽ പഠിക്കണത് നന്നാവാൻ വേണ്ടിയിട്ട്. സോ ഈ മക്കൾ പഠിക്കണത് നന്നാവാൻ നമ്മുടെ ഉള്ളിലൊരു തോട്ടാണ്, അവർ പഠിക്കണില്ല, അവർ നന്നാവില്ല, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിലൊരു തോട്ടാണ് അല്ലേ. ആ തോട്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഡെഫിനറ്റ്ലി ഉപയോഗിക്കാം. ഓക്കെ, എൻ്റെ മക്കൾ നന്നായി. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? എപ്പോഴും ഡിയർ യൂണിവേഴ്സ്, എൻ്റെ മക്കളിൽ നന്നായി പഠിച്ചതിലും അവരെ സക്സസ്ഫുൾ ആക്കിയതിനും നന്ദി എന്ന് നമുക്ക് എപ്പോഴും പറയാം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയാം, നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കാണ്ടിരിക്കുക, പോസിറ്റീവായിട്ട് അത് നടന്നു കഴിഞ്ഞതിന് നന്ദി യൂണിവേഴ്സ്, എൻ്റെ ജീവിതം നന്നാക്കി തന്നതിനും ഒരു ബ്യൂട്ടിഫുൾ ആക്കി തന്നതിനും നന്ദി യൂണിവേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എപ്പോഴും ഹോപ്പണൊപ്പനോ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുമ്പോൾ കൂടുതൽ ഇമോഷണൽ ആവുന്നത്? ഞാൻ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, അതെല്ലാവരും ഫേസ് ചെയ്യണ പ്രശ്നമാണ്. പക്ഷേ അങ്ങനെ നിങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ കൂടുതൽ ഇമോഷണൽ ആവുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അത് വർക്കിംഗ് ആവണേൻ്റെ സൈനാണ്. ബിക്കോസ് നിങ്ങളത് ചെയ്യും തോറും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഡേർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന നെഗറ്റീവ് മൈൻഡ് സെറ്റ് എല്ലാം പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് ആദ്യം ഇമോഷണൽ ആയത്. അത് പുറത്ത് വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ക്ലിയർ ആവുള്ളൂ. സോ അത് വർക്കിങ്ങിൻ്റെ സൈനാണ്. ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല, നിർത്തരുത്. എപ്പോഴും ഹോപ്പനോപ്പനോൻ്റെ സക്സസ് സ്റ്റോറീസ് കിട്ടിയത് എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടാണ്. അവരും ഇമോഷണൽ സ്റ്റേജിൽ കൂടെ പോയി, പക്ഷേ സ്റ്റിൽ അവർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെല്ലെ ക്ലിയർ ആവാൻ തുടങ്ങും. ഓരോരുത്തർക്കും ഓരോ ടൈം ലൈനാണ്, അത് കമ്പയർ ചെയ്യരുത്, ഒരിക്കലും കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഓരോരുത്തരുടെ സിറ്റുവേഷനും ഓരോ രീതിക്കാണ്. അത് ഹീലാവാൻ കുറച്ച് ടൈം കൊടുക്കുക. അല്ലാണ്ട് എപ്പോൾ വന്നു അവർ തിരിച്ചു വന്നത് ഒരിക്കലും അവർ തിരിച്ചു വരുന്നതിനെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഉള്ളിൽ ഇത് ക്ലിയർ ആവുമ്പോഴാണ് അത് അവരുടെ ഉള്ളിൽ നമ്മൾ ആ ഫൊഗീവ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വരും. അവരോട് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് സെൻഡ് ആവുന്നത്, ഒരു ലവാണ് സെൻഡ് ആവുന്നത്. അങ്ങനെയാണ് ആ ചുറ്റും നിൽക്കുന്ന ഏതൊരു സിറ്റുവേഷൻ ആയാലും ഹീലാവുന്നത്. ഓക്കെ, ഇറ്റ്സ് അബൌട്ട് കമ്മിങ് ബാക്ക് ടു യുവർ സെൽഫ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു പോസിറ്റീവ് ഔട്ട്കം തന്നെ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആസ്ട്രോളജി, പ്ലാനറ്ററി എലമെന്റ്. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഇത് ഞാനായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ശനി ദശ, രാഹുദശ, ജോത്സ്യൻ്റെ അടുത്തേക്ക് കൂടുതൽ എല്ലാം നമ്മൾ പേടിക്കുന്ന കാര്യങ്ങളാണ്. ഈ പേടിയൊക്കെ എവിടെയുള്ളത്? നമ്മുടെ മൈൻഡിലാണ്.
കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ആസ്ട്രോളജിക്കൽ സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ പ്ലാനറ്ററി അലൈൻമെൻറ്റ്സ്, ഇപ്പോൾ നമ്മുടെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വരുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചിന്താഗതികളെയാണ്. നമ്മുടെ ചിന്തേനെ പേടിപ്പിക്കുകയാണ് അവർ. അയ്യോ ഇതൊക്കെ ഉണ്ടാവും, നമുക്ക് കൂടുതൽ നമുക്ക് ഉള്ള പ്രശ്നമാണ് ഇത് കാരണം പേടി. ശനിദശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് വരിക. പേടി നമ്മുടെ മൈൻഡിലാണ് ഉള്ളത്. സോ ഹോപ്പോനോപ്പോനോ ചെയ്യുമ്പോൾ ഈ മൈൻഡിലുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ പ്ലാനറ്ററിയുടെ അലൈൻമെൻറ്റ്സ് നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്ത് നിർത്തും. സോ നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്ത് നിർത്തുമ്പോൾ അതിൻ്റെ അർത്ഥം അത് കംപ്ലീറ്റ്ലി ഫിക്സ് ആയെന്നല്ല. ബിക്കോസ് നമ്മൾ ആ പേടിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച രീതിക്ക് നമ്മൾ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സംഭവിക്കുന്നു, നമുക്ക് എപ്പോഴും പേടി, ഫിയർ അല്ലേ, ഡൗട്ട്, പിന്നെ ഫുൾ ഓവർ തിങ്കിങ് ആണ്. അയ്യോ ഇതെങ്ങനെ എങ്ങനെ ആ സിറ്റുവേഷൻ നമ്മുടെ റിയാലിറ്റിയിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ നമ്മൾ ഈ പ്രെയർ ചെയ്യും തോറും അത് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻസ് ഇപ്പോൾ മേ ബി നമ്മളെ വന്നിട്ട് തഴുകി പോവാന്ന് പറയുന്ന പോലെ നമുക്ക് ഇപ്പോൾ ഈ ഡൗട്ട്സൊക്കെ നിങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. പക്ഷെ നമ്മളിത് ചെയ്യും തോറും നമ്മുടെ ഈ മൈൻഡിൽ പേടിയൊന്നുമില്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മളത് ഭയങ്കര ഹാർമോണിയസ് ആയിട്ട് ഭയങ്കര സമാധാനത്തോടെയും പീസ്ഫുള്ളായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നുന്നതല്ല, അതുപോലെയാണ്. കാരണം നമ്മുടെ മൈൻഡിൽ നിന്ന് ഈ പേടികളൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞു. സോ പ്ലാനറ്റ്സും പ്ലീസ് ആവും. ഓക്കെ, അതാണ് മെയിൻ ഒരു ബ്യൂട്ടിഫുൾ തിങ് ഓഫ് ഹോപ്പോനോപ്പോനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഉണ്ടാവുന്ന പേടികളെ നമ്മുടെ മൈൻഡിൽ ക്ലിയർ ആവാൻ തുടങ്ങും. നിങ്ങളിപ്പോൾ ഞാൻ മുന്നേറ്റ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ്സ് നോക്കിയാൽ അറിയാം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തവർക്കൊക്കെ എത്ര ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ നിങ്ങളൊരു വെള്ളം കുടിക്കുന്ന പോലെ നിങ്ങൾക്കിതൊരു ഡെയിലി റുട്ടീനായിട്ട് ചെയ്യാം. ഇപ്പോൾ 108 ടൈംസ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ മൈൻഡിലൊരു 3 ടൈംസ് ആണ് 11 ടൈംസ് ആണ് ചെയ്യാൻ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി, അത് ചെയ്യാം. അതിനൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് കർമ്മ. എനിക്ക് ഇന്നാളൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, എനിക്കിതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കർമ്മ, ഞാൻ ഫോർഗീവ് ചെയ്താലും ഞാൻ പൊറുത്താലും കർമ്മ അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. സോ ഫോർഗീവ് ഫോർ യുവർ ഓൺ പീസ്. ഞാൻ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർഗിവ്നെസ് നമ്മളെക്കുറിച്ചല്ല, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എവിടെയോ ചെയ്തിട്ടുള്ള ഒരു തെറ്റുണ്ട്, അതിനാണ് നമ്മളിപ്പോൾ കാണുന്നത്. സോ നമ്മളത് ഇപ്പോൾ തിരുത്താണ്ട് അവർക്ക് നെഗറ്റീവ് എനർജീസ് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കർമ്മ ആക്ഷൻസിൽ മാത്രമല്ല തോട്ട്സിലും കൂടെയാണ്. സോ നിങ്ങളുടെ തോട്ട്സ് അവർക്ക് പൊട്ട വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കർമ്മയും കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ എവിടെയോ ചെയ്തൊരു തെറ്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈഫ് ടൈമിൽ എന്ത് ചെയ്യുന്നു അത് ശരിയാക്കാൻ നോക്കുക. ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. അപ്പോൾ ഒരിക്കലും ഫോർഗിവ്നെസ്, ഞാൻ പറഞ്ഞു ഫോർഗിവ്നെസ് ഫോർ യുവർ ഓൺ പീസ്, നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നിങ്ങൾ ഫോർഗിവ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു കാരണം കൊണ്ടാണ്. നിങ്ങൾ ഫോർഗിവ് ചെയ്യുന്നത് അവർക്ക് കർമ്മ കിട്ടും എന്നുള്ള തോട്ട് വെച്ചിട്ടായി കഴിഞ്ഞാൽ അതൊരിക്കലും അല്ല. നിങ്ങളും അവിടെ ഒരു കർമ്മയുടെ ഭാഗമാവുകയാണ്. നിങ്ങളും അവർക്കൊരു പൊട്ട വരണം എന്നുള്ളൊരു ചിന്തയോടെയാണ് സംസാരിക്കുന്നത് അല്ലേ. സോ നിങ്ങളുടെ തോട്ട്സും കൂടെ കർമ്മയാണ്, നിങ്ങളുടെ ആക്ഷൻസും കർമ്മയാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു, ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നല്ലതാണ്, പക്ഷേ നിങ്ങളുടെ ചിന്താഗതികളിൽ അവർക്ക് തിരിച്ച് കിട്ടും, അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ കർമ്മയാണ്. അത് നിങ്ങൾക്കും ബൂമറാങ് പോലെ വരും ഇല്ലേ. നിങ്ങളെല്ലാവരും എല്ലാ സ്ഥലത്തും ഇടുന്നല്ലേ കർമ്മ ഇസ് എ ബൂമറാങ് എന്ന്. അത് ആക്ഷൻസിൽ മാത്രമല്ല ചിന്തകളിലുണ്ടെന്ന് നമ്മൾ മൈൻഡ്ഫുൾ ആവുക. നമ്മൾ ഹ്യൂമൻസ് ആണ്, മിസ്റ്റേക്സ് ഉണ്ടാക്കും, പ്രശ്നങ്ങൾ വരും. പക്ഷേ നമ്മളെപ്പോഴും ശ്രമിക്കുക, മൈൻഡ്ഫുൾ ആവാൻ ശ്രമിക്കുക. ഒരാളോടും ഗ്രഡ്ജ് വെക്കാണ്ട് മനസ്സിലാക്കുക, ഇതെവിടെയോ എന്തോ എൻ്റെ ഉള്ളിലുള്ള എന്തോ ഒരു സംഭവമാണ്, ഞാനത് റിലീസ് ചെയ്യുന്നു. അതിനാണ് ഹോപ്പോനോപ്പോനോ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്കത് മെല്ലെ ക്ലിയർ ആവാൻ തുടങ്ങും. ഇപ്പോൾ ഒരാളോട് ഗ്രഡ്ജ് ഉണ്ട്, ഒരാളോട് ദേഷ്യം ഉണ്ടെന്ന് വെച്ചാൽ പൊറുക്കാൻ പറ്റില്ല എന്നിട്ട് ഇറ്റ്സ് ഓക്കെ, അത് ടൈം എടുക്കും. ശരിയാണ്, നമ്മളോട് അത്രയും വലിയൊരു തെറ്റ് ചെയ്താണെങ്കിൽ നമുക്ക് ടൈം എടുക്കും, മെല്ലെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്കത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രെയറിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. സോ മെല്ലെ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഹീലായി നിങ്ങൾക്ക് തിരിച്ചോ ഒന്നല്ലെങ്കിൽ റീകൺസൈൽ ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഹീൽ ചെയ്ത് അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുക. എന്തായാലും അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുക, മനസ്സിലാക്കുക എവിടെയോ എന്തോ ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഞാൻ ആ ലെസൺ പഠിച്ചു കഴിഞ്ഞു. ഐ എം സെൻഡിങ് യു ലവ് ബ്ലെസ്സിങ്സ് ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട്. അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം ഹോപ്പോനോപ്പോനോ ചെയ്യുക. ആദ്യം ഇമോഷൻസും പ്രശ്നങ്ങളും ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും, പക്ഷെ അതൊരു ക്ലിയറിങ്ങിൻ്റെ ഭാഗമാണ്. സോ അതിനൊരു ജേർണി ആയിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ഒരിക്കലും ഇതുകൊണ്ടൊരു നെഗറ്റീവ് റിസൾട്ട് ഒരിക്കലും വരാൻ പോകുന്നില്ല. ഓക്കെ,
ഇനി ഏത് ഏരിയാസിൽ ചെയ്യാം? ഓവറോൾ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിന് ഓവറോൾ സിറ്റുവേഷന് വേണ്ടിയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ലവിന് വേണ്ടിയിട്ട് ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ ഓരോ സിറ്റുവേഷൻസ്, ഇപ്പോൾ മണി ബ്ലോക്ക് ആയാലും കരിയർ ആയാലും റിലേഷൻഷിപ്പ് ആയാലും എന്തായാലും നിങ്ങൾ പറയാം, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ഞാനും കൂടെ റെസ്പോൺസിബിൾ ആണ്. ഞാൻ ഈ സിറ്റുവേഷൻസിന് എല്ലാ രീതിക്കുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു. ഡിയർ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിയർ പേഴ്സൺ ആരാണോ അവരോട് ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു പറയാം. ഇനിയിപ്പോൾ ലൈഫിലെ എല്ലാ സിറ്റുവേഷൻസ് ഒരുമിച്ച് ഹീൽ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം യൂണിവേഴ്സിനോട് പറയാം, നന്ദി, ഒരു നല്ലൊരു ജീവിതം തന്നതിന് നന്ദി, ഓക്കെ, എന്നെ ഹീൽ ചെയ്തതിന് നന്ദി, ഈ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്തതിന് നന്ദി, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻസ് ഹീൽ ചെയ്തതിന് നന്ദി, എനിക്കൊരു പുതിയ കരിയർ തന്നതിന് നന്ദി, ഒരു വളർച്ചയുള്ള കരിയർ തന്നതിന് നന്ദി, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻറ്റൻഷൻ കൊടുക്കാം, പക്ഷേ പോസിറ്റീവായിട്ട് ഇൻറ്റൻഷൻ പറയാം. എപ്പോഴും എൻ്റെ ലോൺ ക്ലിയർ ചെയ്തെന്നതിന് ഒരിക്കലും പറയരുത്. ലോൺ എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് വാക്കാണ്. എനിക്ക് കൂടുതൽ പൈസ വരാനുള്ള മാർഗങ്ങൾ തന്നതിനും നന്ദി. പൈസ വരാനുള്ള സേഫ്, ഹെൽത്തി, പോസിറ്റീവ്. എപ്പോഴും പൈസ വരുമ്പോൾ നെഗറ്റീവ് വേ കൂടെ വരാം. അപ്പോൾ എപ്പോഴും മെൻഷൻ ചെയ്യണം, ഒരു സേഫ്, ഹെൽത്തി, പോസിറ്റീവ് വേയിൽ എനിക്ക് പൈസകളിലുള്ള ഓപ്പർച്യൂണിറ്റീസ് തുറന്നതിന്, എനിക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് തന്നതിന്, എൻ്റെ വളരെ നല്ലൊരു ഉയർച്ചയിലേക്കുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും തുറന്നതിന് നന്ദി. അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് എപ്പോഴും എഫേം ചെയ്യാൻ നോക്കുക. പിന്നെ ഇതൊരു ബാധ്യതയായിട്ട് എടുക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഇഷ്ടത്തോടെ ചെയ്യുക എന്ന് പറയുമ്പോൾ അയ്യോ ഇത് ഇരുന്ന് ചെയ്യണം, അങ്ങനെയല്ല. നിങ്ങൾക്കിത് ഈസി ആയിട്ട് കൊണ്ടുപോകാം. ഇപ്പം നിങ്ങൾ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ചെയ്യുന്ന റുട്ടീനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊപ്പം മൈൻഡിൽ പറഞ്ഞുകൊണ്ട് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൈൻഡിൽ പറയാം. ഇതിനൊരു റൂൾസോ റെസ്ട്രിക്ഷൻസ് കൊടുക്കുക. നിങ്ങളായിട്ട് കുറേ റെസ്ട്രിക്ഷൻസ് വെക്കാണ്ടിരിക്കുക. ഇത് ഇങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ, ഒരിക്കലും അല്ല. ഇതൊക്കെ നമ്മുടെ ചിന്താഗതികളാണ്. നിങ്ങളുടെ മൈൻഡ് തന്നെയാണ് കൂടുതൽ ബ്ലോക്ക് ചെയ്യുന്നത്. സോ മനസ്സിലാക്കുക, അല്ല 2 വട്ടം ചെയ്താലും 2 വട്ടം മതി, ഞാൻ ചെയ്തുല്ലോ. പക്ഷേ മടി കൊണ്ട് നമ്മൾക്ക് സമയം ഉണ്ടായിട്ട് നമ്മൾ മടി കാണിച്ചിരിക്കുന്നതും വലിയ തമ്മിൽ വ്യത്യാസമുണ്ട്, ഇല്ലേ? നമുക്ക് ലൈഫിൽ എല്ലാ കാര്യങ്ങളും ശരിയാവുകയും വേണം. പക്ഷെ നമുക്കൊരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഡൗട്ടാണ് എല്ലാവർക്കും, അയ്യോ ഇത്ര സമയമൊക്കെ പറ്റില്ല, വേണമെങ്കിൽ ഒരു 5 വട്ടം വേണമെങ്കിൽ ചെയ്യാം, 11 വട്ടം വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ പകുതി ഇട്ട് അടയ്ക്കാം. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ മൊത്തം ഒരു പ്യുവർ ഇൻറ്റൻഷൻ അതിൽ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. ഞാനിപ്പോൾ എന്തിനാണ് ചെയ്യുന്നത്? ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ? നമ്മൾ സ്വയം വേണ്ടിയിട്ടാണ്? നിങ്ങൾ സ്വയം വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലുള്ള നമ്മുടെ മൈൻഡാണ് ഏറ്റവും പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്നത്, അല്ലേ? പ്രശ്നക്കാരെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ മൈൻഡിലെ തോട്ട്സാണ് നമ്മൾക്ക് എല്ലാം റെസിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. കോൺഷ്യസ് മൈൻഡാണ് എപ്പോഴും റെസിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് കോൺഷ്യസ് മൈൻഡിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് സബ് കോൺഷ്യസിൽ നടക്കുന്നത്. അപ്പോൾ കോൺഷ്യസ് മൈൻഡിൽ ഭയങ്കര പേടിയാണ്, ഇങ്ങനെയാണ്, അവർ വിട്ടു പോവോ, കുറേ ഓവർ തിങ്കിങ്, നമ്മൾ വളർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടുള്ള പല പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതൊന്നും ക്ലിയർ ചെയ്യാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. അത് ക്ലിയർ ചെയ്യാണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല. സോ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സമാധാനവും സന്തോഷവും, ഒരു ബ്യൂട്ടിഫുൾ ലൈഫ്, ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു അഴുക്കുകൾ നമ്മൾ കളയുകയാണ്. അതുകൊണ്ട് എല്ലാ രീതിക്കുള്ള ആൻസിസ്ട്രൽ പാറ്റേൺസ് ജനറേഷണൽ പാറ്റേൺസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പവർഫുൾ പ്രെയർ കൊണ്ട് ഹീലാവുകയാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇതുകൊണ്ട് റിസൾട്ട് കിട്ടാത്ത ആരുമില്ല. കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ ടൈം ലൈനാണ്. കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഒരു പൂർണ്ണ വിശ്വാസത്തോടെ കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വിശ്വസിച്ചില്ലെങ്കിൽ കൂടെ നിങ്ങൾ എന്നും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാത്തതായിട്ട് ആരുമില്ല. അത് ഞാൻ ഇപ്പോഴും പറയുകയാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ചേഞ്ചസ് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ കുറച്ചും കൂടെ വിശ്വാസം വരുത്താനാണ് സക്സസ് സ്റ്റോറീസ് ഇടുന്നത്. ഞാൻ ഓൾറെഡി കുറച്ച് സക്സസ് സ്റ്റോറീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ തന്നെ കുറേ അധികം സക്സസ് സ്റ്റോറീസ് കിട്ടും. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കുറേ സക്സസ് സ്റ്റോറീസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി റെസിസ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾ തുടങ്ങുക. അയ്യോ ഇത് ഇത്ര തവണ അതൊന്നും പറയാണ്ട് ഒരു വട്ടമാണ് ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരി, ഒരു വട്ടം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ബിക്കോസ് അതാണ് പെർമനൻറ്റ് സൊല്യൂഷൻ. നിങ്ങളുടെ ലൈഫിലുള്ള പെർമനൻറ്റ് സൊല്യൂഷൻ ഇന്നർ വർക്കാണ്, ഔട്ടർ അല്ല. ഇന്നർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്നർ വർക്ക് നിങ്ങൾ ക്ലീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുവട്ടവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോകവും നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരുകളും ക്ലീൻ ആയിരിക്കും. ബിക്കോസ് നിങ്ങൾ ഒരു ക്ലീൻ ഹാർട്ടിൽ നിന്ന് ക്ലീൻ ആയിട്ട് എല്ലാവരും കാണുള്ളൂ.
ഒരു ഫോർഗിവ്നെസ്, ഒരു ബ്യൂട്ടിഫുൾ ലവ്, പോസിറ്റീവ് എനർജി റേഡിയേറ്റ് ചെയ്യുള്ളൂ. സോ ഒരിക്കലും നിങ്ങളൊരു നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുകൾ, നെഗറ്റീവ് സർക്കംസ്റ്റൻസ് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യില്ല. സോ എന്തുകൊണ്ടും പോസിറ്റീവ് ഔട്ട്കം ആണ് കിട്ടാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി ചെയ്യുക. ലൈഫ് ചേഞ്ചിങ് പ്രെയറാണ്. സോ ഞാൻ ഇതിൽ കൂടെ എല്ലാം പറയാൻ ആഗ്രഹിച്ചത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്വയറീസ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബ്ലെസ്സിങ്സ്.